ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പം ഇന്ന് ഒരു മന്തി എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം കേട്ടോ. അപ്പം നല്ല അടിപൊളി മന്തിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടിട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ക്യാപ്സിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യാപ്സിക്കനാണ് ആദ്യം ചേർക്കുന്നത്. ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. ഇതിൻ്റെ കുറച്ച് വലിയതായിട്ടുണ്ട്, പെട്ടെന്ന് തയ്യാറാക്കിയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ചേർക്കുന്നത് മാഗി ക്യൂബാണ് കേട്ടോ. ഒരു 3 എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മാഗി ക്യൂബ്. അത് പൊടിച്ചെടുക്കുക കേട്ടോ. മാഗി ക്യൂബ് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ ചേർക്കുന്നത് സവാളയാണ് കേട്ടോ. സവാള നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ നമ്മളെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിന്നെ ഉണക്ക കുരുമുളകാണ് കേട്ടോ ചേർക്കുന്നത്. അത് കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ സാധാ നമ്മളെ കുരുമുളക് പൊടി ഇല്ലേ, അതും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് വേണ്ടവർക്ക് ചേർക്കുക കേട്ടോ. ഉപ്പ് പാകത്തിന് നോക്കിയതിന് ശേഷം ചേർക്കുക. കാരണം എല്ലാവർക്കും അറിയാം മാഗി ക്യൂബിൽ ഉപ്പുള്ളതാണ്. പിന്നെ ചേർക്കുന്നത് നമ്മളെ മന്തി മസാലപ്പൊടി ഇല്ലേ, അത് കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ കൈകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം നോക്കിയാൽ മതി ഉപ്പൊക്കെ ഉണ്ടോയെന്നില്ല പാകത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കളറിന് നമ്മളെ കാശ്മീരി മുളക് പൊടി ഇല്ലേ, അത് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ടൊമാറ്റോ സോസ്, പിന്നെ ഒരു 4-5 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. പിന്നെ കുറച്ച് വിനാഗിരി ചേർത്തു കേട്ടോ. വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കൈ കൊണ്ട് തന്നെ. പിന്നെ കുറച്ച് ഞാനൊരു കുട്ടിയൊക്കെ എപ്പോഴെങ്കിലും നമ്മളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. അപ്പോൾ കുട്ടിയൊക്കെ രസത്തിന് വേണ്ടിയിട്ട് വേണ്ടവർക്ക് ചേർത്താൽ മതി കേട്ടോ. കുറച്ച് കളറ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, റെഡ് കളറ്. അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് സമയം ഞാൻ ഫ്രിഡ്ജിൽ ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. മസാലകളൊക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി അടിപൊളിയായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് വത്തക്ക കഷ്ണം കണ്ടത്. അങ്ങനെ അതൊക്കെ വെട്ടി കഴിച്ചു. അതിന് ശേഷം പിന്നെ നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും അറിയാതിരിക്കാം, മന്തിയിലേക്കുള്ള ഒരു ചമ്മന്തി അല്ലെങ്കിൽ എന്താ പറയുക, സോസിനെ പോലെ തന്നെ ഒരു ടേസ്റ്റി സാധനമാണ് കേട്ടത്. ഇതൊന്ന് തയ്യാറാക്കി നോക്കണ്ടേ അറിയാത്തവർക്ക്. അതിപ്പോൾ അതിലേക്ക് ഞാൻ വലിയുള്ളി, അതുപോലെ തക്കാളി, പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് സുറുക്കയാണ് കേട്ടോ ചേർക്കുന്നത്, വിനാഗിരി ചേർത്തിട്ട് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് മന്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ ഈ ഒരു പരുവത്തിൽ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. അവിടെ കുറച്ച് വെള്ളം ചേർത്തുകൊണ്ടാണ് ഇഷ്ടം. പിന്നെ ഞാൻ അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിനി. അങ്ങനെ അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ അരി വേവിക്കാൻ വേണ്ടിയിട്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മളെ സ്റ്റൗവിൽ ചിക്കന് ഒന്ന് നല്ല വേവാവണ്ട, പൊരിഞ്ഞ് കിട്ടും വേണ്ട, ആ ഒരു രൂപത്തിലായിട്ട് കുറച്ചൊരു മസാല പിടിക്കുന്ന രൂപത്തിലായിട്ട് സൺഫ്ലവർ ഒഴിച്ചിട്ട് ഒരു പാകത്തിന് നമ്മൾ ചോറിനും അതുപോലെ ചിക്കനും കൂടിയുള്ള സൺഫ്ലവർ ആട്ടോ ഇതിൽ ചേർക്കുന്നത്. ചിക്കനിലാണ് നമ്മൾ സൺഫ്ലവർ ചേർത്തത്. പിന്നെ റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കുറച്ച് കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്തതാണ്. വീണ്ടും അതുപോലെ തന്നെ റൈസ് ചുറ്റിനും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ആ ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാനൊരു ചാർക്കോൾ ചേർക്കുന്നുണ്ട്. ചാർക്കോൾ ഇതുപോലെ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഞാൻ അത് കത്തിച്ചെടുക്കുന്നത്. നടുക്കൊരു ഒരു ഗ്ലാസ് വെച്ചെടുത്തിട്ട് ഇത് വേണ്ടവർക്ക് ചേർത്താൽ മതി കേട്ടോ. കുക്കറിലും തയ്യാറാക്കി എടുക്കട്ടത്. ഞാനിത് അടുപ്പത്ത് തന്നെയാണ് വെക്കുന്നത്. ഇതുപോലെ സ്റ്റൗവിൽ വെച്ചിട്ട് ഞാനൊന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് സൺഫ്ലവർ ഒഴിക്കുക കേട്ടോ. സൺഫ്ലവർ ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ദമ്മിടാം കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാനിത് ദമ്മിടുന്നത്. അത് ഇതിൽ കാണിക്കാൻ വിട്ടതാണ്. അങ്ങനെ മക്കളെ നമ്മളെ അടിപൊളി മന്തി റൈസ് ആൻഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന്
അതുപോലെ പുറത്തുനിന്നൊക്കെ കഴിക്കണം അതേ ടേസ്റ്റിൽ കിട്ടുട്ടോ നമുക്ക് മന്തി. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റൂട്ടോ. ഞാനൊരു മണിക്കൂറായിട്ടില്ല, അരമണിക്കൂറായപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. അങ്ങനെ അടിപൊളി മന്തി റൈസ് തയ്യാറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്